നമ്മളത്തെ വീഡിയോ നോക്കാനും പോയാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമുക്ക് നമ്മളെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ റീൽസ് ആയിട്ട് സജഷൻ വരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. അഥവാ നമ്മൾ സംസാരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ സംസാരിച്ച് പിറ്റത്തെ ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് തൊട്ട് ആഡ്സും കാര്യങ്ങളൊക്കെ അതുപോലെയുള്ള റീൽസും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരു മൂഡ് ഓഫിൽ ഇരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബ്രേക്കപ്പിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ആയിട്ടുണ്ടാവും. ആ ഒരു സംഭവം ആരോ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ടാവും. റീൽസ് ആയാലും അതുപോലെ എല്ലാ സംഭവങ്ങളായാലും ആഡ്സൊക്കെ ആയാലും ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ നോക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പെർമനൻ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. അതൊരു ട്രിക്കാണ്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ അവർക്കും ഇതുപോലെ കുറേ ആൾക്കാർ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും വരും, അവർ വീണ്ടും ഡിപ്രഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം വർക്ക് ചെയ്യാതെ വരും. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസും നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോകാം. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിക് ടോക്സ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നേരെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് പോവുക. ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് കയറുകയാണ്. പ്രൊഫൈൽ ഭാഗത്ത് വരിക. പ്രൊഫൈൽ ഭാഗത്ത് കയറിയതിന് ശേഷം വലത്തെ സൈഡിലുള്ള ആ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. 3 ഡോട്ട് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷനിൽ കയറാൻ പറ്റും. അവിടെ നിങ്ങൾ സെർച്ച് ഓപ്ഷനിൽ പോയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഓഫ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഓഫ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റ ടെക്നോളജീസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ അക്കൗണ്ട് സെൻറ്റർ ഓപ്പൺ ആകും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ റീസെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ റീസെൻ്റായിട്ട് കളിച്ച എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ മാനേജ് 5 ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്താൽ മതി. ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ആദ്യം തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അറിയില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നത് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തതോടുകൂടി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുകയാണ്. ജസ്റ്റ് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. റിപ്ലൈ ചെയ്യാൻ തരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോളോ ചെയ്തിട്ടുണ്ട് ശേഷം ഒന്ന് ഫോളോ ചെയ്യുക. ഡൗട്ടോ കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റായിട്ട് റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്കും ഗുഡ് ബൈ.